ഹായ് ഫ്രണ്ട്സ്, ജാസി വേൾഡിൻ്റെ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സേഫാണെന്ന് കരുതുന്നു. ഞങ്ങളും ഇവിടെ സേഫാണ്. ഈദിന് സ്പെഷ്യലായിട്ട് ഒരു അടിപൊളി ദം ബിരിയാണി ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ നമുക്കിതെങ്ങനെ തയ്യാറാക്കുന്നത് നോക്കിയാലോ. ഇതിനായി ഇന്ത്യ ഗേറ്റിൻ്റെ അരിയാണ് എടുത്തിട്ടുള്ളത്. അത് അരമണിക്കൂർ വെള്ളത്തിൽ സോക്ക് ചെയ്യാനായിട്ട് വെക്കണം. അപ്പോഴേക്കും നമുക്ക് ഇതിലേക്ക് വേണ്ട ബിരിയാണി മസാല തയ്യാറാക്കാം. ഇതിനായി ബേ ലീവ്സ്, പട്ട, ഏലക്ക, കുരുമുളക്, തക്കോലം, കരയാമ്പൂ, സാജീരം, നല്ല ജീരകം, ജാതിപത്രി ഇവയെല്ലാം കൂടി നന്നായി കഴുകിയെടുത്തതിന് ശേഷം ചൂടായ പാനിലിട്ട് നന്നായി വറുത്തെടുക്കണം. ചൂടാറിക്കഴിഞ്ഞാൽ മിക്സിയുടെ ഗ്രൈൻഡറിലിട്ട് നൈസായിട്ട് ഇതൊന്ന് പൊടിച്ചെടുത്ത് കഴിഞ്ഞാൽ നമ്മുടെ ബിരിയാണി മസാല ഇവിടെ റെഡിയായി. ആദ്യം നമുക്ക് വലിയുള്ളി ചെറുതായി അരിഞ്ഞത് വറുത്ത് കോരിയെടുക്കാം. ഇതിനു വേണ്ടി ഞാനിവിടെ സൺഫ്ലവർ ഓയിലാണ് യൂസ് ചെയ്തിട്ടുള്ളത്. ഇതിലേക്ക് ഞാൻ ഒരു ചിക്കനാണ് എടുത്തിട്ടുള്ളത്. ആദ്യം കുറച്ച് ഓയിൽ ഒഴിച്ചെടുത്ത് അതിലേക്ക് ചില്ലി, ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ചേർത്ത് കൊടുക്കണം. നന്നായി ഒന്ന് വഴറ്റി കൊടുക്കണം. ഇതൊന്ന് വഴന്ന് വന്നതിന് ശേഷം ഇതിലേക്ക് കറിവേപ്പിലയും നീളത്തിലരിഞ്ഞ സവാളയും കൂടി ചേർത്ത് ഏകദേശം ബ്രൗൺ കളറാകുന്നത് വരെ വഴറ്റി കൊടുക്കണം. സവാള നന്നായി വഴന്ന് വന്നതിന് ശേഷം ഇതിലേക്ക് തക്കാളി ചേർത്ത് കൊടുക്കുക. ഇപ്പോൾ നമ്മുടെ മസാല ഒക്കെ നന്നായി വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കഴുകി വെച്ച ചിക്കൻ ചേർത്ത് കൊടുക്കുക. അതിനുശേഷം ഇതിലേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ച ബിരിയാണി മസാല, മല്ലിയില, പുതിനയില, ഒരല്പം തൈര് കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. കുറച്ച് അണ്ടിപ്പരിപ്പ് വെള്ളത്തിൽ അരമണിക്കൂർ സോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഒരു മിക്സിയുടെ ഗ്രൈൻഡർ എടുത്ത് അതിലേക്ക് കുറച്ച് തേങ്ങാപ്പാലും കൂടി ചേർത്ത് നന്നായി ഒന്ന് അരച്ചെടുക്കണം. ഇനി ഇതിലേക്ക് ഒരു തേങ്ങയുടെ നല്ല കട്ടിയുള്ള പാലും അരച്ചെടുത്ത അണ്ടിപ്പരിപ്പിൻ്റെ മിക്സും ചേർത്ത് ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ചിക്കൻ വേവിക്കാനായിട്ട് വെക്കണം. പാകത്തിന് ഉപ്പും കൂടി ചേർത്ത് ചിക്കൻ വേവിച്ചെടുക്കാം. ചിക്കൻ വെന്ത് വരുമ്പോഴേക്കും നമുക്കിതിലേക്കുള്ള അരി വേവിച്ചെടുക്കാം. അരി വേവിക്കാനുള്ള വെള്ളത്തിൽ കുറച്ച് തക്കോലം, പട്ട, ഗ്രാമ്പു, ഏലക്ക, അരി തമ്മിൽ ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ഓയിൽ കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. വെള്ളം നന്നായി തിളച്ച് വന്നു കഴിഞ്ഞാൽ ഇതിലേക്ക് സോക്ക് ചെയ്ത് വെച്ച് അരി ചേർത്ത് കൊടുക്കുക. അപ്പോൾ നമ്മുടെ ചിക്കൻ ഇവിടെ വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിൽ നിന്നും കുറച്ച് ഗ്രേവി എടുത്ത് മാറ്റണം. അതിനുശേഷം വെന്ത് വന്ന അരി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. ഇവിടെ 2 സ്റ്റെപ്പായിട്ടാണ് ദമ്മിട്ട് കൊടുക്കുന്നത്. ആദ്യം കുറച്ച് അരി ചേർത്ത് കൊടുത്തതിന് ശേഷം അതിൻ്റെ മുകളിലേക്ക് കുറച്ച് മല്ലിയിൽ നമ്മൾ വറുത്ത് കോരി മാറ്റിയ സവാളയും ചേർത്ത് കൊടുക്കണം. അതിന് മീതെ കുറച്ച് റോസ് വാട്ടറും കുറച്ച് നെയ്യും കൂടി ചേർത്ത് കൊടുക്കുക. ഇതെല്ലാം ചേർത്ത് കൊടുത്തതിന് ശേഷം നമ്മൾ നേരത്തെ മാറ്റി വെച്ച ഗ്രേവി ഈ വീഡിയോയിൽ കാണുന്നത് പോലെ ചേർത്ത് കൊടുക്കുക.
ഞാനിവിടെ കുറച്ച് പശുവിൻ പാലിൽ കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് ബിരിയാണിയിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു കളറ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ചെയ്യുന്നത്, ഓപ്ഷനിലാണ്, നിർബന്ധമില്ല. ഇനി ഇതിൻ്റെ മുകളിലേക്ക് ബാക്കിയുള്ള റൈസ് കൂടി ചേർത്ത് കൊടുക്കണം. റൈസ് മുഴുവൻ ഇതിലേക്ക് ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ എടുത്തു വെച്ച ഗ്രേവി ചോറിൻ്റെ സെൻറ്ററിൽ ഒഴിച്ച് കൊടുക്കണം. എന്നിട്ട് നമ്മൾ നേരത്തെ ചെയ്ത അതേ മെത്തേഡിൽ തന്നെ ദം ചെയ്തെടുക്കുക. ഇട്ട് കൊടുത്തതിന് ശേഷം ഇതിന് മുകളിലേക്ക് ഒരു ഫോയിൽ പേപ്പർ ഉപയോഗിച്ച് നന്നായിട്ടൊന്ന് കവർ ചെയ്ത് കൊടുക്കണം. എന്നിട്ട് ഇതൊന്ന് മൂടി വയ്ക്കുക. അതിന് ശേഷം ഏകദേശം ഒരു 10 മിനിറ്റ് ലോ ഫ്ലെയിമിൽ ഇട്ട് കൊടുക്കണം. 10 മിനിറ്റിന് ശേഷം നമുക്ക് മൂടി ഒന്ന് തുറന്ന് നോക്കാം. അങ്ങനെ നമ്മുടെ ചിക്കൻ ദം ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് പെട്ടെന്ന് തന്നെ തയ്യാറാക്കാൻ പറ്റുന്നതാണ്, അധികം മസാല ഒന്നും ചേർത്ത് കൊടുക്കുന്നില്ല. നിങ്ങൾ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കണം. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഫീഡ്ബാക്കായിട്ട് എന്നെ അറിയിക്കണം. ഇനി പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരേക്കും ബൈ.